സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ പ്രശംസിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളത്. അത് രാഷ്ട്രീയപരമായും അതുപോലെ തന്നെ സാംസ്കാരികപരമായും കൂടുതൽ ജനങ്ങൾക്ക് ഇടപെടാനും കൂടുതൽ സൗഹൃദാന്തരീക്ഷം ഇവിടെ കാണാനുമൊക്കെ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ കേരളത്തെ പലപ്പോഴും പ്രശംസിക്കപ്പെടാറുമുണ്ട്. ഒരു സെക്കുലർ തുരുത്തായിട്ടാണ് കേരളത്തെ മറ്റു പല പ്രദേശങ്ങളിലും വായിക്കപ്പെടാറുള്ളത്. അതിന് അതത് കാരണങ്ങളുമുണ്ട്. രാഷ്ട്രീയ സംഘടനകൾ, അതുപോലെ ഈ സൗഹൃദാന്തരീക്ഷം ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന മതപരമായ പണ്ഡിതന്മാർ, ഇവരൊക്കെയും തന്നെ ഈ കേരളത്തിൻ്റെ മതേതര മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ നിലനിൽക്കുമ്പോഴും ഒരു ആത്മവിമർശനം കേരളത്തെക്കുറിച്ച് അനിവാര്യമാണെന്ന് തോന്നുകയാണ്. ആദ്യമായിട്ട് ഈ അടുത്ത കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയവും അഡ്രസ്സ് ചെയ്തുകൊണ്ട് തുടങ്ങാമെന്ന് കരുതുന്നു. കേരളത്തിലെ ക്രമസമാധാന പാലനം എന്നുള്ളത് അത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ ഈ അടുത്ത കാലത്തായി ഒരു പോലീസ് ഉദ്യോഗസ്ഥരിൽപ്പെട്ട ഒരു ഉന്നത റാങ്കിങ്ങിലുള്ള ഒരു ADGP-യിൽ നിന്നും കേരളത്തിലെ കടുത്തമായ പൊതുജനങ്ങളിൽ നിന്നും കടുത്തമായ വിമർശനം ഉയർന്നു വന്നത് നമ്മൾ കണ്ടതാണ്. തൃശ്ശൂർ പൂരം പോലെയുള്ള അത് ക്ഷേത്ര സംബന്ധമാണെങ്കിൽ പോലും അത്തരം പരിപാടികളിൽ, ജനകീയ പരിപാടികളിൽ പോലീസിന്റെ നിരുത്തരവാദപരമായ സമീപനങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ തന്നെ കേരളത്തിലെ പോലീസ് സംവിധാനം എത്ര ഭീകരമായ അവസ്ഥയിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഉറ്റുനോക്കേണ്ടതുണ്ട്. നമ്മൾ പറയുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ നിരീക്ഷിക്കുന്നത് പോലെ അത്ര സുതാര്യമായ അല്ലെങ്കിൽ അത്ര മതനിരപേക്ഷപരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാനുള്ള പ്രവർത്തനങ്ങളല്ല നമ്മുടെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന സംഭവങ്ങളാണ് ഈ അടുത്തായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് എന്താണ് ജാബിറിന് പറയാനുള്ളത്? പോലീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ശരിയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ക്രമസമാധാന ചുമതലയിൽ നിന്നും അദ്ദേഹത്തെ മാറ്റിയത്. അപ്പം ഞാൻ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ സാംസ്കാരിക മേഖലയെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. ഉദാഹരണമായി, രാഷ്ട്രീയമായിട്ട് കേരളം വർഗീയ കക്ഷികൾക്ക് അയിത്തം കൽപ്പിച്ചവരാണ്. കേരളത്തിലെ നിയമസഭയിലേക്ക് BJP-യുടെ ആദ്യ സ്ഥാനാർത്ഥി പോകുന്നത് തിരുവനന്തപുരത്തെ നേമം മണ്ഡലത്തിൽ നിന്നുള്ള രാജഗോപാലനാണ്. എന്നാൽ ലോക്സഭയിലേക്ക് BJP-യുടെ സ്ഥാനാർത്ഥി ആദ്യമായിട്ട് പോകുന്നത് സുരേഷ് ഗോപിയിലൂടെയാണ്. അപ്പോൾ കേരളത്തിലെ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും രംഗപ്രവേശനം നടത്താനുള്ള ത്രാണി കേരളത്തിലെ വലതുപക്ഷ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഉണ്ടായി എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ രാഷ്ട്രീയമായിട്ട് ഈ ശക്തികൾ, ഈ വർഗീയ കക്ഷികൾ ദുർബലമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് കേരളം ശക്തമായ മതനിരപേക്ഷ നാടാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സന്ദർഭത്തിൽ സാംസ്കാരികമായിട്ട് കേരളം എത്രത്തോളം മതനിരപേക്ഷമാണ് എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഉദാഹരണമായിട്ട് ഓണാഘോഷം 1960-ന് ശേഷമാണ് ഓണാഘോഷം ഒരു ദേശീയ ആഘോഷമായി ആഘോഷിക്കുന്നത്. അതുവരെ കേരളത്തിൽ ഒരു ഹിന്ദുക്കളുടെ ആചാരം മാത്രമായിരുന്നു. ഈ ഓണം എന്ന് പറയുന്നത് അതിന് ചില ഐതിഹ്യങ്ങളും ചില മിത്തുകളും ഒക്കെയുണ്ട്. മാവേലി അല്ലെങ്കിൽ വിഷ്ണു പോലെയുള്ള അവതാരങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത്തരം സങ്കല്പങ്ങളൊന്നും ഇസ്ലാമിൻ്റെ ഭാഗമല്ല. മാത്രമല്ല, ഒരു കേരളീയനാവാൻ ഇത്തരം മിത്തുകളുടെ അല്ലെങ്കിൽ ഇത്തരം അവതാരങ്ങളുടെ ഒന്നും ഭാഗമാകേണ്ടതില്ല. അപ്പം ഇത്തരം മിത്തുകളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒരു ആഘോഷം അത് കേരളത്തിൻ്റെ ദേശീയ ആഘോഷമായി കാണുകയും അത് ആഘോഷിക്കാതിരിക്കുന്നവനെ വർഗീയ മുദ്ര കുത്തപ്പെടുകയും ചെയ്യുമ്പോൾ കേരളം സാംസ്കാരികമായിട്ട് അത്ര സെക്യുലർ അല്ല. പെരുന്നാൾ ആഘോഷം അത് മുസ്ലിങ്ങളുടെ മാത്രമാണ്, അത് നമ്മൾ ആഘോഷിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ ഒരാൾ വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കപ്പെടുന്നില്ല. അല്ലെങ്കിൽ ക്രിസ്തുമസ് അത് ക്രിസ്ത്യാനികളുടെ മാത്രമാണ്, അത് നമ്മൾ ആഘോഷിക്കേണ്ടതില്ല. അത് ഈ അടുത്ത കാലത്ത് വരെ പ്രശ്നമില്ലായിരുന്നു, എന്നാൽ ഇപ്പോൾ അത് പ്രശ്നമാണ്. അപ്പോൾ ഒരു മുസ്ലിങ്ങളുടെ ആഘോഷം അത് മുസ്ലിങ്ങളുടെ മാത്രമാണ് എന്ന് പറയുന്ന അതേ സ്വരത്തിൽ എന്തുകൊണ്ട് ഓണത്തെക്കുറിച്ച് പറയാൻ പറ്റാതെ പോകുന്നു? അപ്പോൾ സാംസ്കാരികമായിട്ട് ഒരു അതീശത്വം ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാനാർത്ഥിയുടെ പാർട്ടി നോക്കിയിട്ടോ അല്ലെങ്കിൽ വിജയിക്കുന്ന മുന്നണിയുടെ മതനിരപേക്ഷ നിലപാട് നോക്കിയിട്ടോ കേരളത്തിൽ വർഗീയതയില്ല എന്ന് പറയുന്നത് അത്ര സത്യസന്ധമല്ല.
കേരളം സാംസ്കാരികമായിട്ട് തന്നെ വർഗീയവത്കരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയും. ജാതികൾക്കായിട്ടും നമുക്ക് ഇതിലൂടെ ഉദാഹരണങ്ങൾ പങ്കുവെക്കാൻ കഴിയും. സാംസ്കാരികമായി കേരളം എത്രമാത്രം വർഗീയവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ജാബിർ നമ്മോട് പങ്കുവെച്ചത്. അടുത്തതായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സഫ്വാൻ എന്താണ് പങ്കുവെക്കാനുള്ളത്? നിലവിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിഷേധിക്കുന്നില്ല. എങ്കിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളെന്ന് പറയുന്നത്, നമ്മൾ ഉത്തരേന്ത്യയിലെ വിവിധ ഭാഗങ്ങൾ എടുത്തു നോക്കിയാൽ ഒരു മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ ഒരു മനുഷ്യനെ തല്ലിക്കൊല്ലാനുള്ള അധികാരമുണ്ട്. നിങ്ങളുടെ പേര് മുസ്ലിമാകുന്നതോടുകൂടെ നിങ്ങളുടെ ജീവിക്കാനുള്ള അവകാശം വരെ നിഷേധിക്കാനുള്ള കാരണം കൂടിയാണത്. ആൾക്കൂട്ട കൊലപാതകം നിയമപരമായി വിചാരണ പോലും നേരിടാതെ ഒരു മനുഷ്യന്റെ ജീവഹാനി വരുത്തുന്നത് ഒരു ശുഭകരമായ കാര്യമല്ലല്ലോ. പക്ഷേ കേരളത്തിൽ ഇതുവരെയായിട്ട് ഒരു കൊലപാതകം പോലും ഒരു മതത്തിൻ്റെ പേരിൽ നടന്നിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ കേരളം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ സെക്യുലറാണ്. മതനിരപേക്ഷമായ മനുഷ്യർക്കിടയിൽ സൗഹാർദ്ദമായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കേരളത്തെക്കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സഫ്വാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി പരാമർശിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. കാരണം കുറച്ചു മുമ്പ് കേരളത്തിൽ നടന്ന 2 കൊലപാതകങ്ങൾ ഞാൻ ഇവിടെ സൂചിപ്പിക്കാം. ഒന്ന് റിയാസ് മൗലവിയുടെയും മറ്റൊന്ന് കൊടിഞ്ഞി ഫൈസലിൻ്റെയും. ഈ 2 കൊലപാതകത്തിലും ഈ കേരളത്തിലെ പോലീസ് കാണിച്ച അഥവാ കേരളത്തിന്റെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ നടപടികൾ എന്താണെന്ന് നമ്മൾ കൃത്യമായി തന്നെ നോക്കിക്കാണേണ്ടതുണ്ട്. റിയാസ് മൗലവിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു മതപണ്ഡിതനാണ്. എന്നാൽ കൊടിഞ്ഞി ഫൈസൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു പുതു വിശ്വാസിയും. ഈ ഇസ്ലാമിലേക്ക് കടന്നു വന്ന പുതു വിശ്വാസി എന്ന നിലക്ക് അഥവാ മറ്റൊന്ന് മതപണ്ഡിതൻ എന്ന നിലക്ക് വെറുതെ മറ്റു കാരണങ്ങളൊന്നുമില്ലാതെ തന്നെയാണ് RSSകാർ ഈ 2 വ്യക്തികളെയും കൊല ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, ഈ അടുത്ത കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ നടന്ന SDPIയും RSSും തമ്മിലുള്ള സംഘർഷം നമുക്ക് എവർക്കും അറിയാവുന്നതാണ്. അതിൽ SDPIന്റെ ഭാഗത്തു നിന്നും കൊല ചെയ്യപ്പെട്ട RSSന്റെ പ്രതികൾ അനുഭവിക്കുന്ന സുഖങ്ങളെയും അതുപോലെ തന്നെ RSSന്റെ കൊലപാതകി അനുഭവിക്കുന്ന സുഖങ്ങളും SDPIന്റെ കൊലപാതകി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ കൃത്യമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. എനിക്ക് സാംസ്കാരികമായിട്ട് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. ഇപ്പം കേരളത്തിലെ സാംസ്കാരിക പരിപാടികളിൽ നിലവിളക്ക് കൊളുത്തുന്ന ഒരു രീതിയുണ്ട്. നിലവിളക്ക് കൊളുത്തുകയില്ല എന്ന് പറഞ്ഞ ഒരു മുസ്ലിം മന്ത്രി വർഗീയവാദിയാവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഏതെങ്കിലും ഒരു പരിപാടിക്ക് ബിസ്മി ചൊല്ലി തുടങ്ങണം എന്ന് മന്ത്രിമാരോട് പറഞ്ഞാൽ പൊതുസമൂഹത്തിലെ പ്രതികരണം എന്തായിരിക്കും? കേരളത്തിലെ ഒരു പരിപാടികളിലും മതപരമായ ഒരു കാര്യവും നടക്കരുത് എന്നാണ് കേരളത്തിലെ ചട്ടം പറയുന്നത്. ഒരു പുതിയ KSRTC ബസ് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ മുന്നിൽ പൂജ നടത്താറുണ്ട്. അല്ലെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങുന്നതിൻ്റെ തുടക്കത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ടൈമിലോ പൂജ നടത്താറുണ്ട്. എങ്ങനെയാണ് ഒരു സെക്യുലറായ നാട്ടിൽ മതപരിപാടികളിലുള്ളതുപോലെ നിലവിളക്ക് കത്തിച്ചു തുടങ്ങുക? അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് പോലെ ഭൂരിപക്ഷ സമുദായത്തിന് കൃത്യമായൊരു അധീശത്വം ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് പോലെ നിഷ്കളങ്കമായി തികച്ചും നിഷ്കളങ്കമായി ഇവിടെ കേരളം ശക്തമായൊരു സെക്യുലറായ നാടാണ് എന്ന് പറയുന്നത് തികച്ചും പൊള്ളയാണ്. കേരളം മറ്റു പലയിടങ്ങളിലുള്ളതുപോലെ തന്നെ സാംസ്കാരിക രംഗത്ത് തികഞ്ഞ ഒരു ബ്രാഹ്മണിക്കൽ മേധാവിത്വം തന്നെ ഉണ്ട് എന്ന് ഉദാഹരണങ്ങളിലൂടെ തന്നെ നമുക്ക് വിശദീകരിക്കാൻ കഴിയും. നമുക്ക് ചർച്ച ഇവിടെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. കേരളത്തിലെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മതേതര മൂല്യങ്ങളെ തിരിച്ചു പിടിക്കാൻ നമ്മളേവരും ഒരുമിച്ച് നിന്ന് പ്രയത്നിക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ ഫോക്കസ് പോയിന്റ് ഇവിടെ അവസാനിക്കുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.